എന്റെ പുറകെ വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. നിന്റെ അടുത്ത് പോരുന്നാണ് പറഞ്ഞത്. വാ വീട്ടിലേക്ക്. ഓഹോ, അപ്പോഴും എന്റെ വാ മാത്രം വന്നാ മതി, ഞാൻ വരണ്ട. എന്റെ വായും നാക്കും ഇവിടെ വെച്ചിട്ട് ബാക്കി വീട്ടിലോട്ട് വാ ഇങ്ങോട്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ട്. അയ്യോ, നല്ലൊരു 1-ാം തീയതി ഇതായിരുന്നു മോങ്ങുന്ന. എടി 1-ാം തീയതി കരയാൻ പാടില്ല. അയ്യ, പറച്ചിൽ കേട്ടതൊന്നും ബാക്കി എല്ലാ ദിവസവും ഞാനങ്ങ് ചിരിക്കുവാന്ന്. നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഞാൻ എന്ന് ചിരിച്ചിട്ടുണ്ട്. പറ, പറ, പറ. എടി ലീലാ സീതത്തോടെ നിന്റെ നാടകം അങ്ങ് സ്റ്റേജിൽ. ഇത് പബ്ലിക് ബസ് സ്റ്റാൻഡാണ്, മര്യാദ. എന്റെ പൊന്ന് രാഘവണ്ണ, നിങ്ങൾ കേക്കണം. ഇങ്ങനെ കൈ പിടിച്ചു കൊടുക്കുമ്പോ എന്റെ അച്ഛൻ ഒരേ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, പെണ്ണിനെ നോക്കണേടാന്ന്. ഈ പെണ്ണിനെ ഒഴിച്ച് ബാക്കി എല്ലാ പെണ്ണുങ്ങളെ അങ്ങനെ നോക്കി. അമ്മാവൻ പറഞ്ഞു പൊന്നിനെ നോക്കിക്കണ്ടേടാന്ന്. പൊന്നിനെ നോക്കിയില്ലടി ഞാൻ. ആ, എന്റെ പൊന്നു മാത്രം അങ്ങേര് നോക്കി. ഇപ്പൊ ആ ശനിയാഴ്ചക്കാരൻ അണ്ണാച്ചി ഉള്ളതുകൊണ്ട് ഈ വരവിട്ട് ഞാൻ ചെത്തുന്നു. എങ്കിൽ രണ്ടിലൊന്നും എനിക്ക് അറിയണം. ഇതുവരെ അറിയത്തില്ലയോ? അതുകൊണ്ട് അങ്ങോട്ടല്ല, അവിടെ കാണും. രണ്ടിലൊന്നും എനിക്കറിയാം. അതല്ല, നീ ഒന്നെങ്കിൽ എന്റെ കൂടെ വരുന്നുണ്ടോ അതോ നിന്റെ തോന്നിയാസം പോലെ നിന്റെ വീട്ടിൽ പോണാ? ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. പകല് മൊത്തം പെണ്ണുങ്ങളുമായിട്ട് ഫോൺ വിളി, രാത്രി ഒടുക്കലത്തെ ചാറ്റലും. ഇത് ചാറ്റലല്ല, പെരുമഴ. മാറില്ലേ അങ്ങോട്ട്. ആ, പിന്നെ നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, ഗായത്രി മോഹൻ. ഓഹോ, കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കുള്ള പരിപാടിയാണല്ലേ? ഈ ലീലെ അടുക്കളയിൽ നിന്നും മരങ്ങത്തെത്തിച്ച എന്റെ പ്രിയപ്പെട്ട നാടകാചാര്യൻ ഗായത്രി മോഹനൻ. ഇതെവിടെ പോണു? എന്താ വിളിച്ചത് കാര്യമായി, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഞാനങ്ങ് പോയനെ. ആ, പിന്നെ നിങ്ങളെ വഴക്കുണ്ടല്ലോ, അങ്ങനെ 2 കിലോമീറ്റർ അപ്പുറം എന്നാ കേൾക്കാം. എന്നാ പിന്നെ അവിടെ നിന്ന് കേട്ട് അവിടെ പോയാ പോരായിരുന്നു. എവിടെ പോന്ന്? അവൻ പറഞ്ഞു ദൂരം കേട്ട് പോകാൻ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം ലീലെ, നിങ്ങളെ വഴക്ക് നാട്ടി മൊത്തം പാട്ടാ. പാട്ട് മാത്രമല്ല, ആ നാദൃശ പാരടി ഇറക്കിയിട്ടുണ്ട്. എന്നാലും സഹിക്കാം. ആ കുട്ടിയെങ്കിലും ഡയാനും കൂടെ വിഷ്വൽ റീൽ ചെയ്യാൻ പോകുന്നു. വൈറൽ. ഞാൻ ഒരു കാര്യം പറയാം, ലോക പ്രശസ്തനായി വേദിയിൽ ഗർജിക്കുന്ന ആരുടെ കാര്യമോ? എന്റെ കാര്യം. അത്രയ്ക്ക് വേണോ? വേറെ ആരുമില്ല പ്രൊമോട്ട് ചെയ്യാൻ. നിനക്ക് വല്ല ചിലവുണ്ടോടെ? പറയില്ല. പ്രശസ്തനായ നാടക നടൻ ഗായത്രി മോഹൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അല്ല, നിങ്ങളെ പേന്റെ ഫ്രണ്ടിൽ എന്തിനാണ് ഈ ഗായത്രി ഇട്ടേക്കുന്നത്? കൊള്ളാം, വെരി ഗുഡ്. ഗുഡ് ചോദ്യം. എന്റെ ഭാര്യയുടെ പേര് ഗായത്രി, എന്റെ പേര് മോഹനൻ. അങ്ങനെയാണ് ഗായത്രി മോഹൻ. കണ്ടുപടി, അങ്ങനെ ആ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്നാലും അച്ചിക്കൊന്തരാണെന്ന് പറയരുത്. എന്റെ കരുനാക്ക, ഞാൻ നാക്കൂല്ല വളച്ചും പറഞ്ഞാണല്ലോ, നീ ഭൂമിക്ക് താന്നു പോന്നി. നാക്ക് നീട്ട്. എന്നാലും മീശയിൽ ഡൈ അടിച്ചപ്പോ കരി നാക്കില്ലാന്ന് പറയരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒറ്റ ഒരുത്തം കാരണമാണ് എനിക്ക് സ്റ്റേജിൽ കോൺക്രീറ്റ് കിട്ടാതെ പോകുന്നത്. ബാക്കി കല്ലേം കട്ടയും എല്ലാം സ്റ്റേജിലോട്ട് വരുന്നത്. ഇനി കോൺക്രീറ്റ് വന്നവർ വീടിന്റെ പണി മൊത്തത്തിൽ തീരും. ഉന്നാരെ ശിക്ഷ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. കോൺസെൻട്രേഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. എന്താ കഷ്ടം. ഇതാ വായിന്നാ വന്നത്. ആശാനെ, ആശാൻ അറിയാമോ, ഞാൻ എന്റെ ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പൂന്നാണ് പറയുന്നത്. ഒരു കാര്യം പറ്റേ ലീലേ, സോമിസ് വേറെ ചിന്തിക്കേണ്ട കേസില്ല. ഇതാണ് ചെമ്പരത്തിപ്പൂ, മനസ്സിലായോ? ഇതാണ് ചങ്ക്. അയ്യോ, ഇത്ര ചങ്കാകത്തില്ല, ഇതിവിടെ ആവുമ്പോ ഫുൾ ചങ്കാകും. രണ്ടും കൂടെ ഭൂമി വളർന്ന് എങ്ങോട്ട് പോകണം? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നമ്മുടെ കാര്യം സെറ്റാക്കാൻ വന്നത് നിങ്ങൾ തമ്മിൽ സെറ്റാക്കാൻ വന്നാണോ? മറ്റേ മെസ്സേജിന്റെ കാര്യം ചോദിച്ചു, ആ സീനേക്ക് അയക്കുന്ന മെസ്സേജിന്റെ കാര്യം. അയ്യോ, കള്ളം, പച്ചക്കള്ളം. ഇവള് പറഞ്ഞതിന് ശേഷം എനിക്ക് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, മെസ്സഞ്ചർ ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ ചാറ്റ് ചെയ്യും? ആ, ഇതുവഴി ഒന്നുമല്ല ചാറ്റ് ചെയ്യുന്നത്, ഇപ്പൊ ഗൂഗിൾ പേ വഴിയാണ് ചാറ്റ് ചെയ്യുന്നത്. മെനിങ്ങാന്ന് രാത്രി പുതപ്പിന്റെ അടിയിൽ കൂടെ ഞാൻ കണ്ട്. എന്തോ ഏറ്റവും നല്ല ചാറ്റലിനുള്ള റിവാർഡ് ഇയാൾക്ക് കിട്ടുന്നത്. സിമിസൺ രവി, വരൂ മോനെ. ഒരു 88 നാടകങ്ങളോളം ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട്.
എനിക്ക് ഇന്ന് വരെ ഒരു സോപ്പൊട്ടി പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഈ പുതപ്പിന്റെ അടി കൂടി രാത്രി ഏത് ജൂറിയാടാ നിനക്ക് അവാർഡ് കൊണ്ട്? അത് ഗൂഗിൾ പേയിൽ കിട്ടുന്ന ഒരു റിവാർഡാണ്, ഗിഫ്റ്റ് വൗച്ചർ. സോറി, കാശ് വന്നപ്പം വ്യക്തത കിട്ടിയില്ല. കാണിക്കുന്നത് ആ ഫോൺ എടുത്ത് നമ്പർ കൂടാ. ഞാൻ വിളിക്കൂല. എങ്ങനെ വിളിക്കും? 2 ദിവസമായി എന്റെ ഫോൺ കട്ടായി കിടക്കുന്നു. ഇവിടുത്തെ 500 രൂപ ചാർജ് ചെയ്യാൻ ചോദിച്ചു, തന്നിട്ടില്ല അവൾ എനിക്ക്. അവളുമായിട്ട് കൊഞ്ചാൻ വേണ്ടിയാ ഞാൻ കൊടുക്കത്തില്ല. ഇയാളുടെ വേല മനസ്സിരിക്കത്തുള്ളൂ. ഇയാളുടെ അച്ഛനെ വിറ്റ കാശേ എന്റെ കയ്യിലുണ്ട്. എനിക്ക് അതൊന്നൊരു 500 കടന്താണ്. എന്താണ്? ഞാൻ വേറൊരു സംഭവം പറയാം. ഇത് IPSC ജുഡീഷ്യൽ പ്രകാരം ഒരു മകന്റെ ധർമ്മമാണ് ജീവനാംശം. അച്ഛനെ വിറ്റിന്റെ പകുതി പൈസ അവനുള്ളതാ. എന്റെ തന്ത അല്ലല്ലോ നീ വിറ്റത്, അവന്റെ തന്ത അല്ലേ നീ വിറ്റത്. നിങ്ങൾ പറയട്ടെ. പിന്നെ സംഭവം പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട ജീവൻ നമ്മൾ രണ്ടുപേരും അകത്താം. ദൈവത്തെ കൊടുത്ത് പകുതി കൊടുത്തങ്ങ് ഒതുക്കാൻ നോക്കും. ഈ ഇത് ഭയങ്കര വിഷയം. ഇത് നീ ഒരു 200 രൂപയിൽ കൊടുത്ത് പ്രശ്നം ഒതുക്കുന്നീ. അവന്റെ തന്തയില്ല, അവന്റെ ഓഹരി കൊണ്ടു നീ. എന്റെ അച്ഛൻ എന്നാ മാങ്ങയായി പറയുന്നത്? തേങ്ങന്നല്ലേ ഇത്? തേങ്ങയ്ക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയില്ല. ഞാനൊന്നും വിറ്റില്ല. എന്താ കിട്ടാനാ വിറ്റാ തന്നെ അങ്ങനെ? രവി, മക്കളെ വേറെ ഒന്നുമില്ലടാ, നീ ഞാനും സത്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഈ സംഭവം കമ്പോള നിലവാരത്തിൽ നിന്റെ അച്ഛന്റെ വില മൊത്തത്തിൽ ഇടിഞ്ഞു. ആ പ്രോപ്പർട്ടിക്ക് വലിയ വിലയില്ല. പിന്നെ നീ ഒരു ഫോട്ടോ ഓയിലേക്ക് തിക്കിട്ട് നോക്കാം, മറിച്ച് പോകുന്ന പോട്ടെ കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട. നീ ആ നമ്പർ കിടത്താ, ഞാൻ വിളിക്കട്ടെ. ആശാൻ പറഞ്ഞോണ്ട് മാത്രം നമ്പർ ഞാൻ തരാം. ഇതെന്തോടാ 20 നമ്പരോ? ട്രംപിന് പോലും എത്ര നമ്പര്? അയ്യോ, സ്നേഹക്കാരിയുടെ 2 സിമ്മിലോട് നമ്പർ ഒരുമിച്ചിട്ടേക്കുവാ. കേമൻ. അത് കുഴപ്പമില്ല, 2 സിമ്മോടെ ഞാനേ ഒറ്റ സിമ്മായിട്ട് വിടുക. മക്കളെ വന്നൊരു കാര്യം പറട്ടെ. ഇരുന്നേ, അത് ഞാൻ വിളിച്ചോളാം. നമ്പർ കാണിച്ചു. അത് നമ്പർ നമ്മൾ അത് വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കാര്യം പറട്ടെ, ലീലേ, എന്തുവാ എന്തായാലും തെറ്റ് അവന്റെ ഭാഗത്തുനിന്ന് പറ്റി. നീ അങ്ങ് പൊറുക്ക്. 20 കൊല്ലം കൂടാ പുറത്തത്. അങ്ങനല്ല, ഞാൻ ജീവിക്ക്, ക്ഷമിക്കുന്നേ. രവി പോട്ട് കളായ വിഷയങ്ങളെല്ലാം കളാ, തീർപ്പാവും. പിന്നെ മക്കളെ, നമ്മളതൊന്ന് ചിന്തിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തോണി പോലെയാ. ഈ തോണി നമ്മൾ തുഴഞ്ഞ് 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 എവിടെ കയറി പോന്നു? ഞാൻ അങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. ഇന്നെന്തോ ഇങ്ങോട്ട് പോടെ? ഞാൻ പറഞ്ഞ അക്കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ തോണി. വരുന്നില്ലേ? അല്ല, വിളിച്ചില്ല. എന്റെ കല്യാണോ? ഇങ്ങോട്ട് പോടാ, ഞാൻ കാര്യം പറഞ്ഞു. എന്തോ നിങ്ങൾ കാണിക്കുന്നെന്തോ? ഒന്ന് കൈ കിടത്ത്. മക്കളെ, വേറെ ഒന്നുമല്ല, എന്തായാലും സംഭവിച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അപ്പൊ നമ്മള് ഫസ്റ്റ് കളിയാണ്. അടിച്ചു പൊളിക്കണം. 100 പിന്നെ ഒരു 10-100 കമ്മിറ്റിക്കാർ വന്നിട്ടുണ്ട്. 4-5 ഉത്സവ കമ്മിറ്റിക്കാരുണ്ട്. ഏജൻസി സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. ക്ലാഷ് ആവരുത് ഒരു കാരണവശാലും. ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡാ, ശ്രദ്ധിക്കണേ. പിന്നെ തട്ടിയുടെ സൈഡിൽ വന്ന് നിൽക്കരുത്, ശ്രദ്ധിക്കണം. അടിക്കണം, അടിച്ചു പൊളിക്കണം. അടിച്ചു 100. നിങ്ങൾ നമ്മുടെ കാര്യം സെറ്റാക്കാൻ വന്ന ഇവിടെ മെഗാ ഷോ കളിക്കാൻ വേണ്ടി വന്നതാ. സോറി, അത് എനിക്ക് പറ്റിയ ചെറിയ മിസ്റ്റേക്ക്. ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ. ഹലോ, ഹലോ, സീനയാ? ഹലോ സീന, ഞാനൊരു കാര്യം പറയാം. ആ രവിയില്ലേ, ആ സീനനി മേലിൽ അവനെ വിളിച്ചു വരുന്നത്. ഏയ്, ഞാൻ ഷട്ടിക്കാരനാ. ഞാനൊരു വാക്കേ പറയത്തുള്ളൂ. വിളിക്കരുത്. അതിൽ വേറെ വർത്തമാനമൊന്നുമില്ല. എന്തോ കാണിക്കുന്നേ? കോഴിക്കോട് കോയ തിയേറ്റേഴ്സിന്റെ കുഞ്ഞണം കുത്തുന്ന കുഞ്ഞമ്മ നാടകത്തിലെ ക്രൂരനായ കുടുംബസ്ഥൻ കുഞ്ഞച്ചനല്ല ഞാൻ. സീതത്തോട് സൗപർണികയുടെ സുന്ദരി കുഞ്ഞമ്മയ്ക്കൊരു സുമ്മ എന്ന ഉമ്മ എന്നല്ലേ? ചേട്ടൻ കുറെ നേരം കൊണ്ട് കാവച്ച് കാച്ചുവല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ സാവച്ചൊന്ന് സ്പീച്ച് ചെയ്താ. ഹലോ, ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. സി അല്ലേ? പാമ്പ് ചീറ്റു വന്നു. പാമ്പ് ചീറ്റിയല്ലേ സീനെ, ഞാൻ നീ സി എന്നേ വിളിക്കത്തുള്ളൂ. അപ്പോ മോങ്ങേട്ടാ, അതെന്ത് പട്ടി മോങ്ങുന്നേ? പട്ടി മോങ്ങയില്ല, മോങ്ങാൻ പറഞ്ഞു. അതല്ല, മോഹനേട്ടാന്നുള്ളത് ഞാൻ മോങ്ങേട്ടാന്ന് ഞാൻ എപ്പോഴും ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ സീനെ കുറിച്ച് എനിക്ക് ഇപ്പൊ ഒരു പാട്ട് മനസ്സിൽ വന്നു, ഞാൻ പാടട്ടെ. ഹലോ മിസ്റ്റർ സീന, നാളെ എന്റെ ബർത്ത്ഡേ, തലേന്നേ വരണേ, പുറത്താരോടും പറയല്ലേ, ഇടിയപ്പം തിന്നാം, പിച്ചി പിച്ചി തിന്നാം. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? അമ്മച്ചേരി റെക്കോർഡ് ചെയ്ത പാട്ടല്ലത്, ഞാൻ പാടിയത്. കുട്ടികളെ ഒന്ന് പറഞ്ഞോളൂ. കുട്ടികളെ, ഒരു മിനിറ്റേ, അല്ല ഞാൻ പാടിയതെന്ന് പറഞ്ഞോളൂ. ചേച്ചി പാടിയത് ചേച്ചി സത്യമായിട്ടും സ്വരമാധുര്യത്തിൽ തിരിച്ചറിയാൻ പറ്റാത്തതാ. സത്യം, അവരെ നാവ് കള്ളം പറയത്തില്ല, സത്യം.
ആരും ഇല്ലല്ലോ കൂടെ, ഒറ്റ മനുഷ്യൻ ബസ് സ്റ്റാൻഡിൽ ഇല്ലല്ലോ. അമ്മച്ചിയാണോ ഞാൻ പാടിയതാണ്. പിന്നെ ഞാൻ വേറെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. ഈ വരുന്ന ജൂൺ മാസം ആദ്യ വാരം മുതൽ എന്റെ പുതിയ നാടകത്തിന്റെ പേര് കന്യാകുമാരിയിൽ ഒരു കല്യാണം. ആരുടെ? ഞങ്ങളെ. ഗായത്രി മോഹൻ. നോ, സീന മോഹൻ. Radhika Chichi, welcome back. താങ്ക് യു. Really missed you. Congratulations. താങ്ക് യു. ചേച്ചി ഒരു കാര്യം പറയട്ടെ, ആ. രാധിക ചേച്ചി എവിടെ നിന്നാ ജയിച്ചെന്നറിയാവോ? എവിടുന്ന്? ഞങ്ങളുടെ നാട്ടിലാ, ഏഴംകുളത്ത്. ആണോ? ആ. നീ ഇതിന് വോട്ട് ചെയ്തോ രാധി ചേച്ചിക്ക്? ഇല്ലല്ല, വേറെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഒരു പഞ്ചായത്താണ്, വാർഡ് 2 ഞാൻ. അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാത്തത്. അല്ല ചേച്ചി, ജയിച്ചു കഴിഞ്ഞേ എന്താ? അവിടെ ഉള്ള നാട്ടുകാരെ മൊത്തം കണ്ടിട്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി ഇപ്പോഴാണ് വരുന്നത്. ലഡു എവിടെ? ലഡു വരുന്നേ. എനിക്കാന്നേലും നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് ഇങ്ങോട്ട് വരാൻ നിങ്ങളെയൊക്കെ കാണിക്കാൻ അങ്ങ് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. സത്യമായിട്ടും ഞാൻ സ്കിറ്റൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ആദ്യം ഒന്ന് കണ്ടേച്ച് ഞാനങ്ങ് കയറി മുറിക്കകത്തോട്ട് പോകും. അമ്മയൊക്കെ ഇരുന്ന് കാണും. രാധിക ചേച്ചിയെ പോലെ തന്നെ മറ്റൊരു സന്തോഷം നമ്മുടെ മങ്ങാട് ശ്യാമണ്ണൻ അടിപൊളി. ശ്യാമണ്ണൻ കുറെ നാൾക്ക് ശേഷമാണ് വീണ്ടും വെൽക്കം ബാക്ക്. ഇവരുടെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ള നോക്കണ്ടേ? പിന്നെ നോക്കിയാലോ? ആ പഴയ മൊമെന്റിലേക്ക് വന്നല്ലേ? ബാ നോക്കാം. പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ അടിപൊളി. അപ്പൊ ഇവരുടെ പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 30,000 രൂപയാണ്. ബാങ്ക് ഓഫ് ബോംബെ 30,000 ക്രെഡിറ്റ് ചെയ്യാവോ? ആഹാ, സന്തോഷം സന്തോഷം. ഹാപ്പി ആയില്ലേ? അപ്പൊ അടുത്ത തവണ വീണ്ടും കാണാം. ദീപക്ക് എടുത്ത് വരണേ.